ഗുഡ് ഈവനിങ് ഓൾ. 2025 ആദ്യത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അത്യാവശ്യം ബ്രേക്കൗട്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു ദിവസമാണ്. NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 1876 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 637 കമ്പനികൾ മാത്രമായിരുന്നു ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുള്ളത്. നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇന്ന് 0.4% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. നിഫ്റ്റി 50യുടെ 5 മിനിറ്റ് കാൻഡിലാണ് കാണാൻ പറ്റുന്നത്. മാർക്കറ്റിൽ ഇന്ന് ഒരു ബുളിഷ്നെസ് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ കാണാനിടയായിട്ടുള്ളത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0.5% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണിപ്പം. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു പോസിറ്റീവ് കാൻഡിലാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. 0.88% അപ്പ് മൂവ്മെൻ്റ് ആണ് ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് കൂളായിരുന്നു, ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ 0.39% ഒരു അപ്പ് മൂവ് തന്നെയാണ്. ഇന്ന് മാർക്കറ്റ് പൊതുവെ പോസിറ്റീവ് തന്നെയായിരുന്നു. IT ഇൻഡെക്സിൽ 0.08% ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. IT ഇൻഡെക്സ് എന്തായാലും ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ സോൺ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഫാർമ സെക്ടർ ആ ഒരു ബുള്ളിഷ്നെസ് തുടരുകയാണ്. ഇന്ന് 0.2% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. FMCG സെക്ടറിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് റിവേഴ്സലിൻ്റെ ഒരു സൈനായി നമുക്ക് കണ്ടിട്ടുണ്ടായത്. ഇന്നും 0.38% പോസിറ്റീവ് ക്ലോസിംഗോട് കൂടി പ്രതീക്ഷ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സോൺ റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പോൾ കാണാൻ ഇടയായിട്ടുള്ളത്. മിക്കവാറും ഇത് പോസിറ്റീവ് മുന്നോട്ട് പോകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയിൽ നല്ലൊരു കാൻഡിലാണ് ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. 1.34% ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ്. എന്തായാലും ആ ഒരു സോണ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ലെവലിൽ ഇന്നത്തെ കാൻഡിൽ ഒരു പോസിറ്റീവ് കാൻഡിൽ തന്നെയാണ് നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം. റിയാലിറ്റിയിൽ ഒരു വീക്ക്നെസ് തുടരുന്നു. ഇന്ന് 1.1% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നിഫ്റ്റി മെറ്റൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ കാൻഡിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാൻഡിലാണ്. 0.12% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നിഫ്റ്റി മീഡിയയിൽ ചെറിയൊരു റിക്കവറി ഇന്ന് കാണാൻ പറ്റി. 0.8% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. USD INR ചാർട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 85.62 ആണ് ഇന്നത്തെ റേറ്റ് അഗൈൻസ്റ്റ് ഡോളർ. ഡൗ ജോൺസ് ഇന്നലെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. 0.07% നെഗറ്റീവ് ആയിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്ക് 0.87% നല്ലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ IT സെക്ടറിനൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കാരണമാകുന്നതെന്ന് നമുക്ക് കരുതാം. നിഫ്റ്റി ഹെൽത്ത് കെയറിൽ ഇന്ന് 0.32% പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ഇപ്പം ഇതൊരു റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ചെറിയൊരു റീട്രേസ്മെൻറ്റ് ശേഷം ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 2025 തുടക്കം നല്ലൊരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ 36 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 14 കമ്പനികളായിരുന്നു ഇന്ന് ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ളത് മാരുതി സുസുക്കി 3.22%, അതുപോലെ തന്നെ മഹീന്ദ്ര ഓട്ടോ സെക്ടറാണ്. ഇത് രണ്ടും. ലാർസൺ 1.6% പോസിറ്റീവായിരുന്നു കാണാൻ പറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുള്ളത് ഹിൻഡാൽക്കോ ആണ്. 1.58% മെറ്റലാണ്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ലാബ് 1.4% നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. അതാണ് ഇപ്പോൾ 1% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.